കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നല്ല ഇടയനായ നമ്മുടെ യേശുനാഥൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച് നമ്മുടെ പ്രാണനെ തണുപ്പിച്ച് ഓരോ ദിവസവും നടത്തുന്ന കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 46-ാം സങ്കീർത്തനത്തിൽ 2 സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വചനം, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആ സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതെ, നമുക്കെത്ര ബലം തരുന്ന, എത്ര സന്തോഷം തരുന്ന ഒരു വചനമാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ഉറപ്പ് കൊണ്ട് അവർ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം കൂടെ ഉണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധികളെയും ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും എന്നുള്ളതാണ്. ആ 46-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെ, നമ്മുടെ തുണയായി, നമ്മുടെ പ്രതിസന്ധികളിൽ തളരാതെ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കരുതൽ എത്രയോ വലുതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ദാവീദിന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 118-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും എന്ന് താൻ അവിടെ ചോദിക്കുന്നു. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ദൈവം തന്റെ പക്ഷത്തുണ്ട് എന്നുള്ള അറിവാണ് തന്റെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തനിക്ക് ധൈര്യം നൽകിയത്. ഗോലിയാത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ കഴിയും, ദൈവം എന്നോടൊപ്പമുണ്ട്. ആ അറിവും ആ വിശ്വാസവുമാണ് ഗോലിയാത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടുകൂടെ ഗോലിയാത്തിനെ നേരിടുവാനുള്ള ബലം തന്റെ ദാസന് ലഭിച്ചത്. അതേ, ജീവിതത്തിന്റെ മുൻപിൽ തന്റെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ചത് എന്റെ ദൈവം, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്, അവൻ എന്നോടൊപ്പമുണ്ട്. അവൻ എന്നോടൊപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഉണ്ട് എങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്, ഉയർച്ച തരുവാൻ അവൻ കഴിവുള്ളവനാണ്, നടത്തുവാൻ അവൻ കഴിവുള്ളവനാണ്. ചെങ്കടലിനെ വിഭാഗിച്ചതിലൂടെ ചെങ്കൽ പാത ഒരുക്കി തന്റെ ജനത്തെ അവൻ അക്കരെ കടത്തിയവനാണ്. നിന്റെ ജീവിതത്തിന് മുമ്പിൽ നീ പരിഭ്രമിച്ച് നിൽക്കുന്ന ഏത് അവസ്ഥകളെയും, ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നിനക്ക് വേണ്ടി പാതയൊരുക്കി നിന്നെ ധൈര്യപ്പെടുത്തി നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം എന്നോട് കൂടെ, എന്റെ ദൈവം എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എന്നോടൊപ്പം, എന്റെ കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി എന്നോടൊപ്പമുണ്ട്. നമ്മുടെ കർത്താവിന്റെ ജനനത്തിങ്കൽ മത്തായിയുടെ സുവിശേഷം നാം പഠിക്കുമ്പോൾ
അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ പേര് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് കാണുവാൻ കഴിയുന്നു. അവൻ ഇമ്മാനുവേലായി, ദൈവം നമ്മോടുകൂടെ. എത്ര സന്തോഷകരമായ അനുഭവമാണ്, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തന 4-ാം വാക്യത്തിൽ ദാവീദ് പാടുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ കൂരിൽ താഴ്വരകളിൽ ഞാൻ ഭയപ്പെടുന്നില്ല. അവിടെ ഇരുട്ടാണ്, കാലുകൾ ഇടറുവാൻ സാധ്യതയുണ്ട്, മരണത്തിലേക്ക് തള്ളിവിടുന്ന അനുഭവങ്ങൾ അവിടെയുണ്ട്, ദുഃഖവും നെടുവീർപ്പും അവിടെയുണ്ട്. എന്നാൽ അതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിൽ നിങ്ങളെ സഹായിപ്പാൻ, നിന്റെ കഷ്ടതകളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ, നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നെ സഹായിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നോടുകൂടെ ഇരുന്ന നിന്റെ കരം പിടിച്ച് വീഴാതെ വണ്ണം നിർത്തുവാൻ അവൻ ശക്തനായ കർത്താവാണ്. പറയണം, എന്റെ കഷ്ടത്തിൽ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എന്റെ രോഗത്തിൽ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എനിക്ക് പരാജയം വരുവാൻ ദൈവം സമ്മതിക്കുകയില്ല, ദൈവം എന്നോട് കൂടെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഒരു ദിവസമല്ല, ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതേ, കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനായി കൂടെ ഇരിക്കുന്നവനാണ്. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, ആമേൻ. എന്നാൽ നമ്മുടെ കർത്താവ് മാറാത്തവനായി കൂടെയിരുന്ന് നമ്മെ സഹായിപ്പാൻ വിശ്വസ്തനാണ്. ഇന്ന് ജീവിതത്തിൽ എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, ആമേൻ, എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള വലിയ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ദൈവം നമ്മോട് കൂടെ, കഷ്ടത്തിൽ, രോഗത്തിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ കൂടെയിരിക്കുന്ന ദൈവം. ചന്ദ്രക്കമേശക്കബോന്ദ്രോ എരിയുന്ന തീച്ചൂളിലേക്ക് എറിയപ്പെടുമ്പോൾ ഇതാ തീയുടെ നടുവിൽ, കർത്താവുടെ നടുവിൽ അവരോടൊപ്പം തീയുടെ മണം പോലും ഏൽക്കാതെ അവര് പുറത്തു വന്നെങ്കിൽ കൂടെയിരിക്കുന്നവന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം അത്ര വലുതാണ്. സിംഹത്തിന്റെ ഗുഹയിൽ കർത്താവ് ദാനിയേലിനോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിംഹത്തിന്റെ വായെ അടച്ച് അവനെ പുറത്തു കൊണ്ടുവന്ന ദൈവം, അതേ, ജീവിതത്തിന്റെ ഏതു മേഖലകളിലും നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം. അതുകൊണ്ട് എന്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമുക്ക് പറയാം. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ശക്തിയോടെ മുൻപോട്ട് നീങ്ങുവാൻ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. സൈന്യങ്ങളുടെ ദൈവം കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ. സാമുവേൽ.